ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ നൈസ് പത്തിരിയാണ്. ചില സ്ഥലത്തൊക്കെ ഇതിന് ഒറോട്ടി എന്ന് പറയും, ഞങ്ങൾ പത്തിരി എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഞാനിവിടെ ഈ കപ്പിന് 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 2 കപ്പ് പൊടിയാണെങ്കിൽ 2.5 കപ്പ് വെള്ളം എടുക്കാം. എങ്ങനെയാണെങ്കിലും 1/2 കപ്പ് കൂടുതൽ വെള്ളം എടുക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം ഓയില്, ആവശ്യത്തിന് ഉപ്പ്, ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം. ഇത്രയുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ പാത്രം എടുത്തിട്ട് ഗ്യാസ് ഓണാക്കി ആദ്യം തീ ചെറിയ സിമ്മിലിടുക. അതിനുശേഷം ഈ ചെരുവം വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഈ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ച് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. നല്ല ഇച്ചിരി കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഉണങ്ങിപ്പോവും. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് നല്ലപോലെ വെട്ടി തിളയ്ക്കണം. നല്ല ഇങ്ങനെ ബബിളൊക്കെ വന്നിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാൻ വെക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഈ പൊടി ഇവിടെ എങ്ങനെ ഒന്ന് തട്ടി വിട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കരുത്, ഒരു 5 മിനിറ്റ് ഈ തീയിലിരുന്ന് വേട്ടെ. പത്തിരിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. തീ ഇത് കൂട്ടി വെക്കരുത്, ആ ഉള്ള തീ തന്നെ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വാട്ടി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെയുള്ളൊരു വലിയ താല എന്ന് പറയും, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടുണ്ട്. ആ ചൂടിന് തന്നെ ശരിക്കും കുഴക്കേണ്ടതാണ്. കൈ പൊള്ളരുത്, സൂക്ഷിച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം, നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് 2 കൈയിലും ഇങ്ങനെ ഒന്ന് തുടച്ചതിന് ശേഷം ഈ മാവ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് കൂട്ടി എടുക്കണം. കുഴച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കും, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ വിരൽ താഴണം, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴക്കണം. ഇനി നമുക്കിത് ചെറിയ ബോളാക്കി മാറ്റാം. ഞാൻ ആ കുഴച്ച് വെച്ച മാവ് ഇവിടെ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ബോളും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ കുറച്ച് പൊടി വെച്ചിട്ടുണ്ട്. ആ പൊടിയിൽ മുക്കി പാത്രത്തിലേക്ക് മാറ്റുക. ഇങ്ങനെ ഓരോന്നും ചെയ്യണം. ഒരു രക്ഷയില്ല. പിള്ളേരെ ഇടയ്ക്ക് വന്ന് കയറി വാങ്ങിച്ച്, ഞാൻ പറഞ്ഞില്ല മിക്കവാറും ഉണ്ടാക്കുമ്പോൾ മക്കളെ ചെയ്തു തരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്തു തരും. ഇപ്പൊ ഓടി കയറി വന്നിരിക്കുക ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ നല്ല വലിപ്പം വരും. അപ്പൊ നമ്മൾ മറ്റേ പലക വെച്ച് പരത്തുമ്പോൾ നല്ല വലിപ്പം വരും. ഇത് കുട്ടികളായതുകൊണ്ട് ചെറിയ പപ്പടത്തിന്റെ വലിപ്പമൊക്കെ വരുള്ളൂ. നമ്മളിനി അത് അഡ്ജസ്റ്റ് ആക്കി വലുതാക്കി പരത്തിയെടുക്കണം. ഇതിവിടെ എല്ലാം പ്രസ്സിൽ വെച്ച് ഞെക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഇതുപോലെ ഒരു
ചപ്പാത്തി പലക എല്ലായിടത്തും ഉണ്ടല്ലോ, ആ ചപ്പാത്തി പലക ആണെങ്കിലും മതി. എൻ്റെ അടുത്ത് ഇതാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഓഫർ പേപ്പറിന്റെ ബ്രൗഷറില്ലേ, അതിന്റെ ഒരു പീസ് എടുത്തിട്ട്, കാരണം ഇതിൽ നമ്മൾ നേരിട്ട് പരത്തി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ഒരു പേപ്പർ ഇങ്ങനെ വെക്കുക. അതിന് മുമ്പായിട്ട് കുറച്ച് പൊടി എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് വെതറിയതിന് ശേഷം ആ പേപ്പർ വെച്ച് ആ പേപ്പറിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പൊടി തൂവിയിട്ട് ഓരോ ഞെക്കി വെച്ചതും എടുത്ത് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് നല്ലപോലെ മുക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഈ കുഴലും കൂടെ ഇങ്ങനെ പരത്തി എടുക്കുക. ഇങ്ങനെ പരത്തി ഇതിങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദായോ ആട്ടയോ ഒന്നും പറ്റില്ല, അരിപ്പൊടി തന്നെ വേണം. അതിലൊന്നുകൂടെ മുക്കിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പേപ്പറിൽ അത് ഒട്ടിപ്പിടിക്കും. നമ്മളിങ്ങനെ പരത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിലേ കൂടെ ഇങ്ങനെ കാണാം, ഓരോ തെളിഞ്ഞ് കാണാം ആ പേപ്പറിലെ ഓരോ ഡിസൈനും. അതുവരെ നമ്മളിങ്ങനെ നല്ലപോലെ തിന്നായിട്ട് പരത്തിയെടുക്കണം. അത് നമുക്കിനി ഗ്യാസ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് ഓരോന്നും ചുട്ടെടുക്കാം. ആദ്യമായിട്ട് ഗ്യാസ് കത്തിച്ച് തീ വലിയ കൂടുതലും ആകരുത്, തീരെ കുറവാകരുത്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിം മതിയാവും. അതുപോലെ തന്നെ ഇത് ചുട്ടിടാൻ വേണ്ടിയുള്ള പാത്രത്തിൽ ഒരു പേപ്പർ വെച്ചേക്കുവാണെങ്കിൽ നല്ലതാണ്. പേപ്പർ വെക്കുവാണെങ്കിൽ നമ്മൾ ഈ ചുട്ടിടുന്ന സാധനം ഇങ്ങനെ താഴെ ആവി അടിയും, അല്ലെങ്കിൽ അതിൻ്റെ ഈ ആവി അടിയിലോട്ടായി കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കണ്ടമാനം ചുളുങ്ങി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഫ്രൈ പാൻ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരെണ്ണം ആദ്യം ഇടണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇട്ടതിന് ശേഷം ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഒന്ന് തിരിച്ചിടുക. അതിനുശേഷം ചെറിയ കുമളകൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും. ഇവിടെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഒറ്റ ബോളായിട്ട് പൊങ്ങി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ബോള് പോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കറി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഓരോ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ എടുത്ത് നമുക്കിതിലേക്ക് ഇടാം. പിന്നെ ഇതിൽ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. തീ ഒന്നുകൂടെ കുറച്ചുകൂടെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു തുണി എടുത്ത് ഈ പൊടി ഒന്ന് തൂത്തിടണം, അല്ലെങ്കിൽ അടുത്ത ഇടുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല കോട്ടൺ തുണി വേണം, പോളിസ്റ്റർ ആണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുക. കോട്ടൺ തുണി എടുത്ത് നമുക്ക് അടുത്ത ഇടാം. പത്തിരി നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടാണ്. ചൂട് ആറിയതിന് ശേഷം മാത്രം നമ്മളിതിങ്ങനെ അടുക്കി എടുത്തോളൂ. അല്ലെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഈർപ്പം അടിഞ്ഞിട്ട് എല്ലാം കൂടെ കീറിപ്പോകും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.